കേരള PSC 17/6/2023 നടത്തിയ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LD ക്ലർക്ക്, ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2023 ചോദ്യം 1. ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 1, അതിൻ്റെ ഉത്തരം D ആണ്. 2, 4, 1, 3. ചോദ്യം 2, താഴെ പറയുന്നവയിൽ ഏതാണ് 1986 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേക സവിശേഷതകൾ? ചോദ്യം 2, ഉത്തരം D ആണ്. 1, 2, 3 ആൻഡ് 4. ചോദ്യം 3, താഴെ പറയുന്നവ കാലഗണനക്രമത്തിൽ ക്രമീകരിക്കുക. ചോദ്യം 3, ഉത്തരം C ആണ്. 4, 3, 2, 1. ചോദ്യം 4, ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം കണ്ടെടുത്തെഴുതുക. ചോദ്യം 4, അതിൻ്റെ ഉത്തരം D ആണ്. 1, 4, 3, 1. ചോദ്യം 5, താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? ചോദ്യം 5, ഉത്തരം B ആണ്. 1, 3 മാത്രം. ചോദ്യം 6, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആര്? ചോദ്യം 6, ഉത്തരം B ആണ്. ഗിൽബർട്ട് F. ഹോങ്ബോ. ചോദ്യം 7, ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 7, അതിൻ്റെ ഉത്തരം B ആണ്. 2, 4, 1, 3. ചോദ്യം 8, ഭൂമിയുടെ പുറന്തോടിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 8, ഉത്തരം A ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 9, എൽ നിനോ സമയത്ത് താഴെ പറയുന്ന തണുത്ത സമുദ്രപ്രവാഹങ്ങളിൽ ഏതാണ് മാറ്റി സ്ഥാപിക്കുന്നത്? ചോദ്യം 9, ഉത്തരം C ആണ്. ഹോംബോൾട്ട് കോൾഡ് കറൻറ്റ്. ചോദ്യം 10, അലുവിയർ മണ്ണിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 10, ഉത്തരം D ആണ്. മുകളിലുള്ളതെല്ലാം, അതായത് 1, 2, 3, 4. ചോദ്യം 11, കേരളത്തിലെ പൊതുമേഖലാ യൂണിറ്റുകളുടെ പട്ടികയും അവയുടെ സ്ഥാനവും ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ഏതാണ് ശരിയായത്? ചേരുംപടി ചേരാത്തത്. ശരിയായി ചേരുംപടി ചേരാത്തത്. ചോദ്യം 11, ഉത്തരം D ആണ്. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ്, കോളത്തറ, കോഴിക്കോട്. അത് ശരിയല്ല. ചോദ്യം 12, 2022 ലോക ജലദിനത്തിൻ്റെ തീം എന്താണ്? ചോദ്യം 12, ഉത്തരം A ആണ്. ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു. ചോദ്യം 13, ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത കൊമേഴ്സ്യൽ പേപ്പറുകളുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 13, ഉത്തരം B ആണ്. 2, 4 മാത്രം. ചോദ്യം 14, 29/12/2022 മുതൽ പ്രാബല്യത്തിലുള്ള GST റെഗുലേഷൻ അനുസരിച്ച് കേരളത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് കീഴിലുള്ള വ്യക്തികൾ GST ഭരണത്തിൽ കീഴിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. അതിൻ്റെ ഉത്തരം 14-ൻ്റെ ഉത്തരം D ആണ്. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 15, വിവിധ സാമ്പത്തിക സർവേകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൻ്റെ ആസൂത്രിത വളർച്ചാ നിരക്കിനേക്കാൾ കുറവായത്? ചോദ്യം 15, ഉത്തരം A ആണ്. 2, 4 മാത്രം. ചോദ്യം 16, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മണി സ്റ്റോക്കിൻ്റെയും നാരോ മണിയുടെയും ഘടകങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചോദ്യം 16, ഉത്തരം B ആണ്. പൊതുജനങ്ങൾക്കുള്ള കറൻസി, RBIയിലെ മറ്റ് നിക്ഷേപങ്ങൾ, ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ. ചോദ്യം 17, നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമായും ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതെല്ലാമാണ് ശരിയല്ലാത്തത് എന്ന് കണ്ടെത്തുക. ചോദ്യം 17,
അതിൻ്റെ ഉത്തരം സി ആണ്. 2ഉം 3ഉം മാത്രമാണ്. ചോദ്യം 18. ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതുമേഖലാ ബാങ്ക് ലയനങ്ങളുടെ കാര്യത്തിൽ ഏതാണ് ശരി? ചോദ്യം 18. ഉത്തരം എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. ചോദ്യം 19. കോ വാറൻറ്റോ റിട്ടിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി ആണ്. 2ഉം 3ഉമാണ് ശരി. ചോദ്യം 20. 44-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ചോദ്യം 20. ഉത്തരം ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായത്. ചോദ്യം 21. 86-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചോദ്യം 21. ഉത്തരം എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ചോദ്യം 22. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ചോദ്യം 22. ഉത്തരം സി ആണ്. 1ഉം 2ഉമാണ് ശരിയായത്. ചോദ്യം 23. രാജ്യസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നവയെ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ചോദ്യം 23. ഉത്തരം ബി ആണ്. 2 മാത്രമാണ് ശരിയായത്. ചോദ്യം 24. ശക്തി മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചോദ്യം 24. ഉത്തരം ബി ആണ്. എല്ലാം തെറ്റാണ്. ചോദ്യം 25. റീസോഴ്സ് മാനേജ്മെൻറ്റിനായുള്ള പങ്കാളിത്ത നീർത്തട അധിഷ്ഠിത സംയോജിത വികസനത്തിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി ഏതാണ്? ചോദ്യം 25. ഉത്തരം എ ആണ്. ആമച്ചർ നീർത്തട പദ്ധതി. ചോദ്യം 26. ഫോസ് എന്നാൽ FOSS ഫോസ് എന്നാൽ എന്താണ്? ചോദ്യം 26. ഉത്തരം ബി ആണ്. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ചോദ്യം 27. വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കേരള നിയമസഭയുടെ സിറ്റിംഗ് സമയം എത്ര? ചോദ്യം 27. ഉത്തരം സി ആണ്. 8:30 AM to 1:30 PM. ചോദ്യം 28. സഭാ സമ്മേളനം നിർത്തിവെക്കേണ്ട സൈൻ ഡേ സമയം സ്പീക്കർ നിർണ്ണയിക്കും. സൈൻ ഡേ എന്നാൽ എന്താണ്? ചോദ്യം 28. ഉത്തരം എ ആണ്. അനിശ്ചിതമായി. ചോദ്യം 29. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ്? ചോദ്യം 29. ഉത്തരം ഡി ആണ്. ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. ചോദ്യം 30. മൗണ്ടഡ് പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൗണ്ടഡ് പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം എ ആണ്. തൈക്കാട്. ചോദ്യം 31. നയം വെട്ടിക്കുറച്ചതിൻ്റെ വിസമ്മതം ഡിമാൻഡിൻ്റെ അളവ് ഡാഷായി കുറയ്ക്കും. ചോദ്യം 31. ഉത്തരം ബി ആണ്. ₹1 കുറയ്ക്കും. ചോദ്യം 32. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം? 32. ഉത്തരം സി ആണ്. 1969. ചോദ്യം 33. സ്പാർക്ക് എന്നതിനെ വിപുലീകരിക്കുക. ചോദ്യം 33. ഉത്തരം ഡി ആണ്. ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ചോദ്യം 34. നിയമപ്രകാരം ഒരു സംഘം ബോഡി ചെയ്യാൻ ബാധ്യസ്ഥനായ എല്ലാ പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ സുപ്പീരിയർ കോടതി പുറപ്പെടുവിച്ച റിട്ടിൻ്റെ പേര്? 34. ഉത്തരം എ ആണ്. മാൻഡമസ്. ചോദ്യം 35. ഹേമ കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 35. ഉത്തരം എ ആണ്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം അന്വേഷിക്കുക. ചോദ്യം 36. എന്താണ് ഭൂമിക? ഉത്തരം ഡി ആണ്. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ GIS ആസ്ഥാനമാക്കിയുള്ള മാപ്പിങ്ങിനെയാണ് ഭൂമിക എന്ന് പറയുന്നത്. ചോദ്യം 37. ഒരു ന്യൂറോണിൻ്റെ അക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിൻ്റെയും പ്രോട്ടീൻ്റെയും സംരക്ഷണ പാളി ഏതാണ്? ചോദ്യം 37. അതിൻ്റെ ഉത്തരം ബി ആണ്. മൈലിൻ കവചം. ചോദ്യം 38. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ചോദ്യം 39. ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത് ഡാഷ് കാരണമാണ്? ചോദ്യം 39. ഉത്തരം എ ആണ്.
വരിസെല്ല വൈറസ്. ചോദ്യം 40. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ 0 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംസ്ഥാന ആരോഗ്യ അവകാശ പദ്ധതിയുടെ പേര്. ചോദ്യം 40. ഉത്തരം ബി ആണ് ആരോഗ്യ കിരണം. ചോദ്യം 41. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരാത്തത്? ചോദ്യം 41. ഉത്തരം സി ആണ് 1ഉം 3ഉം മാത്രം. ചോദ്യം 42. ചുവന്ന ഡേറ്റാ ബുക്കിലെ പച്ച പേജുകളിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. ചോദ്യം 42. ഉത്തരം സി ആണ് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവികളുടെ പട്ടിക. ചോദ്യം 43. കൊറോണ വൈറസ് രോഗത്തിൻ്റെ C12 വേരിയൻറ്റ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്താണ്? ചോദ്യം 43. ഉത്തരം എ ആണ് സൗത്ത് ആഫ്രിക്ക. ചോദ്യം 44. 2022 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനം സാൻഡോ പബോയ്ക്ക് ലഭിച്ചത് ഏതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ്? ചോദ്യം 44. ഉത്തരം ബി ആണ് മനുഷ്യ പരിണാമം. ചോദ്യം 45. 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഡാഷിനോട് യോജിക്കുന്നു. 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഡാഷിനോട് യോജിക്കുന്നു. അതിൻ്റെ ഉത്തരം സി ആണ് ജലത്തിൻ്റെ ഐസ് പോയിൻറ്റും നീരാവി പോയിൻറ്റും തമ്മിലുള്ള ഇടവേളയുടെ 1/180. ചോദ്യം 47. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വഭാവ എക്സ്റേകളുടെ ഉത്ഭവം? ചോദ്യം 47. ഉത്തരം ബി ആണ് ഉയർന്ന ഊർജ്ജ നിലകളിൽ നിന്നും കെ ഷെല്ലിലെ ഒഴിവിലേക്ക് പരിക്രമണ ഇലക്ട്രോണുകളുടെ പരിവർത്തനം. ചോദ്യം 48. കാലക്രമേണ വീനസിൻ്റെ അന്തരീക്ഷ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ നാസ 2021 പ്രഖ്യാപിച്ച ദൗത്യം ഏത്? ചോദ്യം 48. ഉത്തരം ഡി ആണ് ഡാവിൻസി പ്ലസ്. ചോദ്യം 49. അറ്റോമിക വലിപ്പക്രമം. ചോദ്യം 49. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 50. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ +3 അയോണിലാണ് 4F സബ്ഷെൽ പകുതി നിറഞ്ഞത്? ചോദ്യം 50. ഉത്തരം സി ആണ് GD. ചോദ്യം 51. ഇൻഡോളിൻ്റെ കെമിക്കൽ വിഭാഗത്തിന് കീഴിലുള്ള മരുന്നല്ലാത്തത് ഏതാണ്? ഉത്തരം സി ആണ് അഡ്രോപ്പിൻ. ചോദ്യം 52. താഴെ പറയുന്നവയിൽ ഏതാണ് കഞ്ചാവ് സാറ്റീവ് എന്ന ചണച്ചെടിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിയമവിരുദ്ധ മയക്കുമരുന്ന്? ചോദ്യം 52. ഉത്തരം ബി ആണ് മരിജുവാന. ചോദ്യം 53. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തുള്ളലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം 53. ഉത്തരം സി ആണ് 1, 3, 4. ചോദ്യം 54. ഗുസ്തിയിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തി ആരാണ്? ചോദ്യം 54. ഉത്തരം ഡി ആണ് കശാബ ദാദാ സാഹിബ് ജാദവ്. ചോദ്യം 55. റഗ്ബി ലോകകപ്പിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ചോദ്യം 55. ചോദ്യം 55. അതിൻ്റെ ഉത്തരം ഡി ആണ് 3 മാത്രം തെറ്റാണ്. ചോദ്യം 56. താഴെ പറയുന്നവയിൽ ഏതാണ് രാജ്യസമാചാരവുമായി ബന്ധമില്ലാത്തത്? ചോദ്യം 56. ഉത്തരം ബി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 57. രണ്ടിടങ്ങഴി, മുടിയനായ പുത്രൻ, ഭാർഗവി നിലയം എന്നീ ചിത്രങ്ങൾ ഡാഷ്. ചോദ്യം 57. ഉത്തരം എ ആണ് മലയാള നോവലുകളുടെ അവതരണങ്ങൾ. ചോദ്യം 58. സ്ത്രീകൾക്കായുള്ള പുതിയ നയം 2021 ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ബി ആണ് തമിഴ്നാട്. ചോദ്യം 59. പരംപ്രവേഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ചോദ്യം 59. ഉത്തരം എ ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 60. താഴെയുള്ള എക്സൽ ഷീറ്റ് നോക്കി ശമ്പളത്തിൻ്റെ ശരാശരി കണ്ടെത്താൻ ഫോർമുല തിരഞ്ഞെടുക്കുക. ചോദ്യം 60. അതിൻ്റെ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 61. താഴെ പറയുന്നവയിൽ ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ചോദ്യം 61. ഉത്തരം ബി ആണ് യൂട്യൂബ്. ചോദ്യം
62. ജോയിസ്റ്റിക്ക് ഡാഷിൻ്റെ താഴെ വരുന്നു. ജോയിസ്റ്റിക്ക് ഡാഷിൻ്റെ താഴെ വരുന്നു. ചോദ്യം 62. എ ആണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. ചോദ്യം 63. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നത്? ഏതൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നത്? ചോദ്യം 63. ഉത്തരം ഡി ആണ് ഫിഷിംഗ്. അതിൻ്റെ ഉത്തരം ഡി ആണ്. 1ഉം 4ഉമാണ് സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കുന്നത്, അതായത് ഹാക്കിങ്ങും ഫിഷിങ്ങും. ചോദ്യം 64. എന്താണ് URL? ചോദ്യം 64. ഉത്തരം ബി ആണ് യൂണിഫോം റീസോഴ്സ് ലൊക്കേറ്റർ. URL എന്നത് യൂണിഫോം റീസോഴ്സ് ലൊക്കേറ്റർ. ചോദ്യം 65. വിവരാവകാശ നിയമത്തിൻ്റെ 2005 ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത്? ചോദ്യം 65. ഉത്തരം എ ആണ് സെക്ഷൻ 8. ചോദ്യം 66. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർവചിച്ചിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്ന ഏതൊരു പരസ്യവും ഉൾപ്പെടുന്നു? ചോദ്യം 66. ഉത്തരം ബി ആണ് മുകളിലുള്ളവയെല്ലാം. 1, 2, 3. ചോദ്യം 67. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം സി ആണ് 1ഉം 3ഉം മാത്രമാണ് ശരി. ചോദ്യം 68. 2005 ഗാർഹിക പീഡന നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 68. ഉത്തരം ഡി ആണ് മുകളിലുള്ളവയെല്ലാം. 1, 2, 3. ചോദ്യം 69. കുട്ടികൾക്കെതിരെ ആയ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ഒരു കുട്ടിക്കെതിരെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ അയാൾ എത്ര സമയത്തിനുള്ളിൽ ശിശുക്ഷേമ സമിതിയിൽ റിപ്പോർട്ട് നൽകണം? ചോദ്യം 69. ഉത്തരം എ ആണ് 24 മണിക്കൂർ. ചോദ്യം 70. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ബി ആണ് ശ്രീ ജസ്റ്റിസ് അരുൺ മിശ്ര. ചോദ്യം 71. രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കുവാൻ കഴിയും. 10 മിനിറ്റിനുള്ളിൽ റാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കുവാൻ കഴിയും. 9 മണിക്കൂറിനുള്ളിൽ രണ്ടുപേരും എത്ര കുപ്പികൾ വീതമാണ് നിറയ്ക്കുന്നത്? ഉത്തരം സി ആണ് 486. ചോദ്യം 72. ഒരു വ്യാപാരി 20% വർദ്ധിപ്പിച്ച ഒരു സാധനം വിൽക്കാൻ തീരുമാനിച്ചു. തുടർന്ന് അവൻ 10% കുറയ്ക്കുന്നു. അവൻ്റെ ലാഭനഷ്ടത്തിൻ്റെ ശതമാനം എത്ര? ചോദ്യം 72. ഉത്തരം ബി ആണ് 8%. ചോദ്യം 73. പ്രതിവർഷം 8% കൂട്ടുപലിശ നിരക്കിൽ രാമു ഒരു ബാങ്കിൽ 4 വർഷത്തേക്ക് ഒരു തുക നിക്ഷേപിക്കുന്നു. ശ്യാമു അതേ തുക മറ്റൊരു ബാങ്കിൽ 8% സാധാരണ പലിശയ്ക്ക് 4 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. 4 വർഷത്തിന് ശേഷം രാമുവിന് ശ്യാമുവിനേക്കാൾ എത്ര ശതമാനം ഏകദേശം ലഭിച്ചു? ചോദ്യം 73. അതിൻ്റെ ഉത്തരം എ ആണ് 4%. ചോദ്യം 74. ആദ്യത്തെ 100 ഒറ്റസംഖ്യകളുടെ ആകെത്തുകയും ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ ആകെത്തുകയും തമ്മിലുള്ള വ്യത്യാസം ഏത്? ഉത്തരം ഡി ആണ് 100. ചോദ്യം 75. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യാം. ബി അതേ ജോലി 16 ദിവസം കൊണ്ട് ചെയ്യാം. എ, ബി, സി എന്നിവർ ചേർന്ന് 4 ദിവസത്തിനുള്ളിൽ ജോലി ചെയ്യാൻ കഴിയും. സിക്ക് ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം 75. ഉത്തരം ഡി ആണ് 9, 3/5. ചോദ്യം 76. അടുത്ത നമ്പർ കണ്ടെത്തുക. 4, 8, 32, 128. ഉത്തരം എ ആണ് 2048. ചോദ്യം 77. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചോദ്യം 77. ചോദ്യം 77. ഉത്തരം സി ആണ് 1259 ഒറ്റപ്പെട്ടത്. ചോദ്യം 78. 2004 ജനുവരി 16 വെള്ളിയാഴ്ചയാണെങ്കിൽ 2005 ജനുവരി 16 ഏത് ദിവസമായിരുന്നു? ചോദ്യം 78. ഉത്തരം സി ആണ് ഞായർ. ചോദ്യം 79. നിശ്ചലമായ വെള്ളത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മോട്ടോർ ബോട്ട് 30 കിലോമീറ്റർ താഴേക്ക് പോയി മൊത്തം 4 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുന്നു. സ്ട്രീമിൻ്റെ വേഗത ഡാഷാണ്. ചോദ്യം 79. അതിൻ്റെ ഉത്തരം ബി ആണ് 10.
ചോദ്യം 80. ചോദ്യചിഹ്നത്തെ മാറ്റി സ്ഥാപിക്കുന്ന ബദൽ കണ്ടെത്തുക. കണ്ണ്, മയോപ്പിയ, പല്ല്. ചോദ്യം 80. ഉത്തരം ഡി ആണ്, മലോക്യൂഷൻ. ചോദ്യം 81. എവരി വൺ ഹാസ് ഗിവൺ. ചോദ്യം 81. എവരി വൺ ഹാസ് ഗിവൺ കോവിഡ് വാക്സിൻ ഡാഷ്. ചോദ്യം 81. ഇതിൻ്റെ ഉത്തരം സി ആണ്, ഹാസിൻ്റെ ദേ. ചോദ്യം 82. പ്രിപ്പയറിംഗ് പൈസ് ആൻഡ് കേക്ക്സ് ഡാഷ് മിസ്സസ് അനിത സ്പെഷ്യാലിറ്റി. ചോദ്യം 82. അതിൻ്റെ ഉത്തരം ബി ആണ്, ഈസ്. ചോദ്യം 83. വി ടോക്ഡ് മൂന്നാർ ഡാഷ് എ ബസ് ലാസ്റ്റ് മന്ത്. ചോദ്യം 83. ഇതിൻ്റെ ഉത്തരം എ ആണ്, ഓൺ. പിക്ക് ഔട്ട് ദി. ചോദ്യം 84. പിക്ക് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ്. ഉത്തരം ഡി ആണ്, രാജു ഈസ് നോട്ട് ഓൺലി അരോഗൻ ബട്ട് ഓൾസോ സെൽഫിഷ്. ചോദ്യം 85. ഹീ സെഡ് ഐ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ചോദ്യം 85. ഉത്തരം ബി ആണ്, ഹീ സെഡ് ഹീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ചോദ്യം 86. മെഡിക്കൽ സ്റ്റഡി ഓഫ് സ്കിൻ ആൻഡ് ഇറ്റ് ഡിസീസസ്. ചോദ്യം 86. ഉത്തരം എ ആണ്, ഡെർമറ്റോളജി. ചോദ്യം 87. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ചോദ്യം 87. ഉത്തരം എ ആണ്, അതിൻ്റെ ഉത്തരം. ചോദ്യം 88. റാണി ടോൾഡ് മീ ദാറ്റ് ദ സൈറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ചോദ്യം 88. ഉത്തരം ഡി ആണ്, സൈറ്റ്, SIGHT, സൈറ്റ്. ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 89. ദ വേർഡ് പ്രിഹെൻസിൽ മീൻസ്. ചോദ്യം 89. ഉത്തരം ബി ആണ്, ഏബിൾ ടു ഗ്രാസ്പ്. ചോദ്യം 90. കില്ലിംഗ് ഓഫ് വൺസ് വൈഫ്. ചോദ്യം 90. ഉത്തരം സി ആണ്, യൂക്സോ റൈസൈഡ്. ചോദ്യം 91. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 91. ഉത്തരം ബി ആണ്, പാദസരം. ചോദ്യം 92. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്. ചോദ്യം 92. ഉത്തരം സി ആണ്, ലൗകികം. ചോദ്യം 93. കഴുത്ത് എന്നതിൻ്റെ പര്യായ പദം ഏത്. ചോദ്യം 93. ഉത്തരം ഡി ആണ്, ഗളം. ചോദ്യം 94. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 94. ഉത്തരം സി ആണ്, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം സി ആണ്, മുളയിലറിയാം വിള. ചോദ്യം 95. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ചോദ്യം 95. ഉത്തരം എ ആണ്, ഉച്ചം. ചോദ്യം 96. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ആര്. 96. ഉത്തരം ഡി ആണ്, ജി ശങ്കരക്കുറുപ്പ്. ചോദ്യം 97. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന ചൊല്ലിന് സമാനമായത് ഏത്. 97. ഉത്തരം ബി ആണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ചോദ്യം 98. ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏത്. 98. ഉത്തരം ബി ആണ്, തൊണ്ട ഇടറി. ചോദ്യം 99. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത്. 99. ഉത്തരം സി ആണ്, സർവനാമം. ചോദ്യം 100. പാദധൂളി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. ഉത്തരം എ ആണ്, പാദത്തിലെ ധൂളി. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.